കൊളംബിയയിൽ ഗറില്ലകൾ തട്ടിക്കൊണ്ടുപോയ 4 പേരെ മോചിപ്പിക്കുന്നതിൽ നിർണായക ഇടപെടലുകൾ നടത്തി കത്തോലിക്കാ സഭ. ഓംബുഡ്സ്മാൻ ഓഫീസും കത്തോലിക്കാ സഭയും ചേർന്ന് രൂപീകരിച്ച ഒരു മാനുഷിക ദൗത്യത്തിലൂടെയാണ് ബന്ദികളെ വിജയകരമായി മോചിപ്പിക്കാൻ സാധിച്ചത്. ബന്ദികളിലൊരാൾ പ്രായപൂർത്തിയാകാത്ത ആളായിരുന്നു. 90 ദിവസത്തിലധികമാണ് ഇവർ തടവിലായിരുന്നത്. ഗറില്ല നേതാക്കളും കൊളംബിയൻ നേതാക്കളും തമ്മിൽ ഒപ്പുവെച്ച 2016 സമാധാന ഉടമ്പടി അംഗീകരിക്കാത്ത ഫാർക്ക് വിമത ഗ്രൂപ്പിലെ ഒരു വിഭാഗമായ ബൊളിവേറിയൻ ആർമി ബോർഡർ കമാൻഡാണ് 4 പേരെ 90 ദിവസത്തിലധികം തടവിലാക്കിയതെന്ന് കൊളംബിയൻ ഓംബുഡ്സ്മാൻ ഓഫീസ് വെബ്സൈറ്റിൽ അറിയിച്ചു. മോചനം ഒരു മാനുഷിക പരിഗണന നൽകുന്ന കാര്യമാണെന്നും സമാധാനത്തിനായുള്ള അന്വേഷണത്തോടുള്ള പ്രതിബദ്ധതയുടെ അടയാളമാണെന്നും സായുധ സംഘത്തിലെ അംഗങ്ങൾ പറഞ്ഞു. ക്രിമിനൽ സംഘടനകൾ തട്ടിക്കൊണ്ടുപോയ ആളുകളെ മോചിപ്പിക്കാൻ ഓംബുഡ്സ്മാൻ ഓഫീസും കത്തോലിക്കാ സഭയും ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇതാദ്യമായല്ല. മെയ് അവസാനം നാഷണൽ ലിബറേഷൻ ആർമി മാർച്ച് 5 മുതൽ തട്ടിക്കൊണ്ടുപോയ ഒരാളെയും ഇത്തരത്തിൽ മോചിപ്പിച്ചിരുന്നു.